എല്ലാവർക്കും KM TV വെസ്റ്റേൺ വയലിൻ പാർട്ട് 19 സ്വാഗതം. ഞാൻ അജയകുമാർ ജി. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് ഡി സ്കെയിലിലെ തന്നെ റോസ്യൂസ് ഡ്രീം എന്ന് പറയുന്ന എക്സസൈസാണ്. അതായത് 22nd എക്സസൈസ്, സ്റ്റെപ്പ് 9 22nd എക്സസൈസ്. ഞാൻ പറഞ്ഞു ഇതും ഡി മേജർ സ്കെയിലാണ്. പിന്നെ ഇതിനകത്ത് മിനിം നോട്ടും ക്രോഷറ്റ് നോട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ആസ് യൂഷ്വലായിട്ട് തന്നെ ഫസ്റ്റ് 2 ബാർ ഇതിനകത്ത് റെസ്റ്റാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം, ഇത് സ്ലോലി വായിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തീരെ സ്ലോ ആകരുത്, ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട് സ്ലോലി. പിന്നെ ഇത് ഫിസിയാട്ടോ കൂടെ ചെയ്ത് പഠിക്കണം. അതായത് വയലിനെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യത്തെ നോട്ട് F. അപ്പം അത് നമ്മൾ ഇതുപോലെ നോട്ടിനില്ലെങ്കിൽ 1 2 3 4. അപ്പോൾ ഇത് വായിക്കേണ്ടതോടെ നമുക്ക് നോക്കാം. പിന്നെ ആ ബുക്കിനകത്ത് 21ന്റെ നേരെ ഇത് ആരാണ് എഴുതിയിരിക്കുന്നതെന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. 1752 രചിക്കപ്പെട്ട ഒരു പീസാണിത്. അപ്പം അതിൻ്റെ പേരൊക്കെ ആളിൻ്റെ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കണം, എല്ലാം പഠിച്ച് നോക്കണം, ബുക്ക് വാങ്ങിക്കണം, എന്നിട്ട് വേണം ഇത് പഠിക്കാൻ. അപ്പം നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ബുക്കിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഇടുകയില്ല. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വായിക്കേണ്ടത്. ഹോൾ ബോ ആണ് ആദ്യം എടുക്കേണ്ടത്. ഫസ്റ്റ് ബോ താഴോട്ടാണ്, അതും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും വായിച്ചതിന് ശേഷം വീണ്ടും ആദ്യം തൊട്ട് ഒരു തവണ കൂടെ വായിക്കുക. എപ്പോഴും മനസ്സിലാക്കണം, ക്രോഷറ്റ് നോട്ട് എന്ന് പറയുന്ന 1 ബീറ്റ് ആണ്. അപ്പോൾ വായിക്കുമ്പോൾ ഒരു ചെറിയ ആദ്യത്തെ ആ ഭാഗം ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്താ കേട്ടോ? 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ആ ബോ WB എന്ന് പറഞ്ഞ ഹോൾ ബോ, മൊത്തം ബോ ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് ഹാഫ് ഹീലാണ് H എന്ന് പറഞ്ഞ. ഹീൽ എന്ന് പറയുന്നത് ഈ അടിഭാഗമാണ്. ഇതാ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഓർത്തോണം. PT എന്ന് എഴുതിയിരിക്കുന്ന പോയിന്റ് മുകൾ ഭാഗം. അപ്പം നിങ്ങൾ ആ പൊസിഷൻ വെച്ച് തന്നെ വായിച്ചു കഴിഞ്ഞാൽ അവസാനം ബോ കറക്റ്റായിട്ട് ഹോൾ ബോ താഴോട്ട് തന്നെ വരും. റെസ്റ്റ് മേപ്പോട്ടാണ് പോകേണ്ടതെന്നാണ്. അപ്പം അത് ഇൻഡയറക്റ്റാണ്.
പക്ഷെ അത് നമ്മൾ വായിക്കാത്തതുകൊണ്ട് 3, 4 വീണ്ടും എഫ് എഫ് ഇ ഡി ഡി ഇ എഫ് ഡി. നിങ്ങൾ എൻ്റെ കാലെന്ന് കണ്ടോണം, കാലിലേക്ക് നോക്കണം. ഇതാണ് ബീറ്റ് നമ്മൾ അടിക്കുന്ന കാല്. 1, 2, 3, 4 ഇങ്ങനെ കാലുകൊണ്ട് അടിച്ച് തന്നെ വായിക്കാമെങ്കിൽ കൗണ്ടിങ്ങും റെഡിയാവും, ബോ പോകുന്നതും കറക്റ്റ് ആകും. അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അപ്പം അടുത്ത ഒരു ലെസണുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.